ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 13ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണാം. അതുപോലെ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ച്. എന്താണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അപ്രോച്ച്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആരാണ് മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ്? ആരായിരുന്നു? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മാനസിക അപഗ്രഥനം എന്ന ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മനഃശാസ്ത്രം ബോധമണ്ഡലത്തെ മാത്രമല്ല അബോധമണ്ഡലത്തെയാണ് കൂടുതൽ പഠനവിധേയമാക്കേണ്ടത് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരുന്നു. അബോധതലമാണ് ശരിയായ മാനസിക യാഥാർത്ഥ്യം എന്നും, അതായത് മനസ്സിൻ്റെ സംഭരണശാലയാണ് അബോധതലം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരുന്നത്. മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിക്കുകയും ബോധതലം, ഉപബോധതലം, അബോധതലം എന്നീ 3 തലങ്ങൾ ഉണ്ടെന്നും ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 ഘടകങ്ങൾ ഉണ്ടെന്നും സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തമാക്കി. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ അബോധ മനസ്സിനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് മുഖ്യ സ്ഥാനം കൊടുത്തിരുന്നത്. മനുഷ്യൻ്റെ അബോധ മനസ്സിനായിരുന്നു മുഖ്യ സ്ഥാനം കൊടുത്തിരുന്നത്. മാനസിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് മനോവിശ്ലേഷണ സമീപനം അഥവാ മാനസിക അപഗ്രഥന സമീപനം ആവിഷ്കരിച്ചത്. മാനസിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് മനോവിശ്ലേഷണ സമീപനം അഥവാ മാനസിക അപഗ്രഥന സമീപനം ആവിഷ്കരിച്ചത്. മനുഷ്യൻ്റെ അബോധ മനസ്സിനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് മുഖ്യ സ്ഥാനം നൽകിയത്. അതുപോലെ തന്നെ മാനസിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് മനോവിശ്ലേഷണ സമീപനം കൊണ്ടുവന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ആശയങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് 3 സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആശയങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് 3 സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു, അതായത് 3 തിയറീസ്. ഏതൊക്കെയാണ് ആ തിയറീസ്? മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഈ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത. 2. വ്യക്തിത്വത്തിൻ്റെ ഘടന. 3. മനോലൈംഗിക വികസന സിദ്ധാന്തം. 3 തിയറീസ് ഏതൊക്കെയാണ്? തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. സിഗ്മണ്ട് ഫ്രോയിഡ് 3 തിയറീസ്, അതായത് 3 സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിൻ്റെ ഘടന, തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, മനോലൈംഗിക വികസന സിദ്ധാന്തം. അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. എന്താണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത അല്ലേ? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത. ഫ്രോയിഡ് മനസ്സിൻ്റെ 3 തലങ്ങളെ സംബന്ധിക്കുന്ന ആശയങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിൻ്റെ 3 തലങ്ങൾ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 3 തലങ്ങൾ ഉണ്ടെന്ന്. അപ്പം 3 തലങ്ങളെ സംബന്ധിക്കുന്ന ആശയങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 തലങ്ങൾ? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ്. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പഠനവിധേയമാക്കിയത് മനസ്സിൻ്റെ 3 തലങ്ങളാണ്. ഏതൊക്കെയാണ് തലങ്ങൾ? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്.
കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇത് വിശദീകരിക്കുന്നതിനായി അദ്ദേഹം മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. ഇത് വിശദീകരിക്കുന്നതിനായിട്ട് അദ്ദേഹം മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. ആ മഞ്ഞുമല കടലിലൂടെ ഒഴുകുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം സങ്കല്പിച്ചത്. എന്താണ്? ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. ആ മഞ്ഞുമലയാണെങ്കിലോ കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം സങ്കല്പിച്ചത്. മനസ്സിൻ്റെ 3 തലങ്ങളായ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിവ വിശദീകരിക്കുന്നതിനായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. ആ മഞ്ഞുമല കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒന്നായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് സങ്കല്പിച്ചത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബോധമനസ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് സങ്കല്പിച്ചത് വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്ന ഭാഗം. ഉപബോധ മനസ്സോ ജലനിരപ്പിന് സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗം. അബോധ മനസ്സ് വെള്ളത്തിനടിയിലുള്ള ഭൂരിഭാഗം വരുന്ന ഭാഗം. അപ്പോൾ വെള്ളത്തിന് മുകളിൽ കാണുന്ന ഭാഗം ബോധമനസ്സ്, ജലനിരപ്പിന് സമാനമായിട്ട്, അതായത് വെള്ളത്തിന് സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗം ഉപബോധ മനസ്സും, വെള്ളത്തിന് അടിയിൽ കാണുന്ന ഭൂരിഭാഗം വരുന്ന ഭാഗം അബോധ മനസ്സും. അതായത് ബോധമനസ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സങ്കല്പത്തിൽ താരതമ്യേന അപ്രധാനമായ തലമാണ്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ബോധമനസ്സ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ്. എന്താണ്? ഫ്രോയിഡിൻ്റെ സങ്കല്പത്തിൽ താരതമ്യേന അപ്രധാനമായ തലമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ബോധമനസ്സ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ബോധമനസ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്ന ഭാഗം. അതായത് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയായിട്ടാണ് ഉപമിച്ചത്. അതുപോലെ തന്നെ കടലിലൂടെ ഒഴുകുന്ന ഒന്നായിട്ടാണ് മഞ്ഞുമലയെ കണ്ടത്. അപ്പോൾ വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്ന ഭാഗമാണ് ബോധമനസ്സ്. നെക്സ്റ്റ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ജലനിരപ്പിന്, വെള്ളത്തിന് സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗം. സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗം. അതായത് ഒരു പ്രത്യേക അവസരത്തിൽ വ്യക്തിക്ക് പൂർണ്ണമായി ഓർമ്മയിൽ ഇല്ലാത്തതും എന്നാൽ പെട്ടെന്ന് തന്നെ ബോധമനസ്സിൽ കൊണ്ടുവരാനാവുന്നതുമായ അനുഭവങ്ങളാണ് ഉപബോധ മനസ്സിൽ ഉൾപ്പെടുന്നത്. ഒരു പ്രത്യേക അവസരത്തിൽ വ്യക്തിക്ക് പൂർണ്ണമായി ഓർമ്മയിൽ ഇല്ലാത്തതും എന്നാൽ പെട്ടെന്ന് തന്നെ ബോധമനസ്സിൽ കൊണ്ടുവരാവുന്നതുമായ അനുഭവങ്ങളാണ് ഉപബോധ മനസ്സിൽ ഉൾപ്പെടുന്നത്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവൽകൃതമായി ഉപബോധതലത്തിലേക്ക് ഊർന്നു വരുമ്പോഴാണെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് അനുമാനിക്കുന്നു. എന്താണ്? പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവത്കൃതമായി ഉപബോധതലത്തിലേക്ക് ഊർന്നു വരുമ്പോഴാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അനുമാനിക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് എങ്ങനെയാണ് സങ്കല്പിച്ചത്? ജലനിരപ്പിന്, അതായത് വെള്ളത്തിന് സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗം, അതാണ് ഉപബോധ മനസ്സ്. നെക്സ്റ്റ് അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. അബോധ മനസ്സ് വെള്ളത്തിന് അടിയിൽ കാണുന്ന ഭൂരിഭാഗം വരുന്ന ഭാഗമാണ് അബോധ മനസ്സ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. വെള്ളത്തിനടിയിലുള്ള ഭൂരിഭാഗം വരുന്ന ഭാഗമാണ് എന്ത്? അബോധ മനസ്സ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് സങ്കല്പിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അബോധ മനസ്സിനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മുഖ്യസ്ഥാനം നൽകിയത്. അപ്പോൾ അബോധ മനസ്സ് എന്താണ്? ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അബോധ മനസ്സിനാണ്.
മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അബോധ മനസ്സാണ്. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അബോധ മനസ്സാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വെക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വെക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ്. പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതായത് നാക്ക് പിഴച്ചിൽ സംഭവിക്കുന്നതിന് പലപ്പോഴും അബോധ മനസ്സാണ് കാരണമാകുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നാക്ക് പിഴച്ചു പോകുന്നില്ലേ? അതിന് കാരണം ആരാണ്? അബോധ മനസ്സാണ്. പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ നാക്ക് പിഴച്ചിൽ സംഭവിക്കുന്നതിന് പലപ്പോഴും കാരണമാകുന്നത് അബോധ മനസ്സാണ്. വ്യക്തികൾ പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളി നീക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നു. അതിനാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അയാൾക്ക് ആ അനുഭവങ്ങളെ ഓർത്തെടുക്കാനും ബോധത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. മനസ്സിൻ്റെ മറഞ്ഞിരിക്കുന്ന ഈ തലത്തെ ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശേഷിപ്പിച്ചു. എന്താണ്? വ്യക്തികൾ പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളും വേദനാജനകരമായ അനുഭവങ്ങളും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളി നീക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നു. അതിനാൽ അതിന് പറയാൻ എന്താണ്? ദമനം എന്നാട്ടോ. അതിനാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അയാൾക്ക് ആ അനുഭവങ്ങളെ ഓർത്തെടുക്കാനും ബോധത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. മനസ്സിൻ്റെ മറഞ്ഞിരിക്കുന്ന ഈ തലത്തെ ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ജന്മസിദ്ധമായ വാസനയുടെ സംഭരണിയായിട്ട് കണക്കാക്കുന്ന തലമാണ് അബോധ മനസ്സ്. ജന്മസിദ്ധമായ വാസനയുടെ സംഭരണിയായി കണക്കാക്കുന്ന തലം, അതായത് മനസ്സിൻ്റെ സംഭരണശാലയാണ് എന്ത്? അബോധ മനസ്സ്. വ്യക്തിത്വത്തെ പ്രധാനമായും നിർണ്ണയിക്കുന്ന അബോധ മനസ്സിലെ കാര്യങ്ങൾ പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. വ്യക്തിത്വത്തെ പ്രധാനമായും നിർണ്ണയിക്കുന്ന അബോധ മനസ്സിലെ കാര്യങ്ങൾ പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അതായത് നമ്മളുടെ സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും എന്നതും കൂടിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അബോധ മനസ്സ് അടിച്ചമർത്തൽ പ്രക്രിയക്ക് വിധേയമാകുന്ന ആഗ്രഹങ്ങൾ, സംഭവങ്ങൾ, ഉത്കണ്ഠകൾ, വേദനകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നു. ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് അതൊക്കെ എന്താണ്? അബോധ മനസ്സ്. അബോധ മനസ്സ് അടിച്ചമർത്തൽ പ്രക്രിയക്ക് വിധേയമാകുന്ന ആഗ്രഹങ്ങൾ, സംഭവങ്ങൾ, ഉത്കണ്ഠകൾ, വേദനകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് അബോധ മനസ്സിൻ്റെ ഘടനയാണ്. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ എന്താണ് പറയുന്നത്? 3 തലങ്ങളിലെ ആ 3 തലങ്ങളെ എന്താണ് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. ആ മഞ്ഞുമല കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒന്നായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് സങ്കല്പിച്ചത്. ബോധ മനസ്സിനെ വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്ന ഭാഗമായിട്ടും ഉപബോധ മനസ്സിനെ വെള്ളത്തിന് സമാനമായിട്ട് നിൽക്കുന്ന ചെറിയ ഭാഗമായിട്ടും അബോധ മനസ്സ് വെള്ളത്തിനടിയിലുള്ള ഭൂരിഭാഗം വരുന്ന ഭാഗമായിട്ടും സിഗ്മണ്ട് ഫ്രോയിഡ് സങ്കല്പിച്ചു. അബോധ മനസ്സ് അടിച്ചമർത്തൽ പ്രക്രിയക്ക് വിധേയമാകുന്ന ആഗ്രഹങ്ങൾ, സംഭവങ്ങൾ, ഉത്കണ്ഠകൾ, വേദനകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് അബോധ മനസ്സിൻ്റെ ഘടനയാണ്. അബോധ മനസ്സിൻ്റെ ഘടനയാണ്. അബോധ മനസ്സിനാണ് ഫ്രോയിഡ് മുഖ്യസ്ഥാനം നൽകിയിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ 3 സിദ്ധാന്തങ്ങളിൽ 3 തിയറീസാണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്
ഇന്ന് നമ്മൾ പറഞ്ഞത്. അതായത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വ്യക്തിത്വത്തിൻ്റെ ഘടന, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, അത് ഇത് ഈഗോ, സൂപ്പർ ഈഗോ നമ്മൾ അന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ.